ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി സേമിയ കൊണ്ടുള്ളൊരു ഉപ്മാവ് ഉണ്ടാക്കിയാലോ. അതും വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാരണം ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഉപ്മാവ് ഉണ്ടല്ലോ, നമ്മുടെ മക്കളെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഹെൽത്തി എന്ന് മാത്രമല്ല, നല്ല സിമ്പിളാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഈ ഒരു സേമിയ നമുക്ക് വറുത്തെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇത് റോസ്റ്റഡ് ആണ് ഓൾറെഡി. അപ്പോൾ ഇതിൽ നല്ല അടിപൊളിയായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കൂടുതൽ വിലയും ഇല്ല കേട്ടോ. ഇനി നമുക്കിതുണ്ടല്ലോ, എങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പാക്കറ്റിൽ ഞാൻ ഉള്ളിൽ കാണിച്ചു തന്നത് നല്ല നേരിയ സേമിയയാണേ. ഒരു കടായി വെച്ച് എടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നെയ്യൊന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പം 1 ടീസ്പൂൺ വീതം നമ്മുടെ പൊട്ടുകടലയില്ലേ അതും പിന്നെ ഉഴുന്നുപരിപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും സവോളയും കൂടി നുറുക്കി വയ്ക്കാം. സവോളയെക്കാളും ഏറ്റവും ടേസ്റ്റ് ചുവന്നുള്ളിക്കാണ്. പക്ഷേ നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി സവോളയിൽ അങ്ങ് ഒതുക്കും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം. ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇതിങ്ങനെ വഴണ്ട് വരുന്ന സമയത്ത് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണേ. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നവംബർ 27 എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതാണ് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് വരെയും ചാനൽ മോണിറ്റൈസ് ആയിട്ട് ശരിക്കും വന്നിട്ടില്ല. നമ്മൾ ആഡ്സൻസ് കൊടുത്തപ്പോഴത്തേക്കും അഡ്രസ്സ് കൊടുത്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതിൻ്റെ ഫലം ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു അബദ്ധം ആർക്കും പറ്റരുതേന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ ഇതിനിടയിൽ കൂടെ പറഞ്ഞത്. എന്തോ ഒരു കഷ്ടവും സങ്കടമുള്ള കാര്യമെന്ന് പറയാം. കാരണം മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ടും ഓരോ വീഡിയോസ് ഇടുന്നിട്ടും അതിനൊന്നും ഒരു ഫലവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ആഡ് പോലും വരാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുവാണേ. അങ്ങനത്തെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി തിരുമ്മിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പറയാനുള്ള കാര്യം ഇതിനിടയിൽ കൂടെ പറയാം. കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും ദയവ് ചെയ്ത് എന്നെ പൊങ്കാലയിട്ട് കമൻ്റ് അടിച്ച് സങ്കടപ്പെടുത്തരുത് കേട്ടോ. എന്തെന്ന് വെച്ചാൽ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞതാണ്. പുതിയൊരു ചാനലും കൂടി തുടങ്ങിയാലോ എന്ന് വളരെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ചാനൽ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോയിട്ട് തന്നെ കുറച്ച് വീഡിയോസ് മാത്രം ഇതിനകത്ത് ഇട്ടിട്ട്, പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ ഒരു കുഞ്ഞു വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിനിടയിൽ ഞാൻ ഈ ഒരു കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ റാഗി സേമിയൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഇച്ചിരി കൈവെള്ളം കൂടി തളിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി ഇളക്കിയതിന് ശേഷം ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഓരോ വീഡിയോ ഞാൻ ഇടുന്നത് അത്രയും നല്ല ഹാപ്പി ആയിട്ടല്ല കേട്ടോ. കാരണം ഒരു ഫലവും കിട്ടുന്നില്ല. വൈറ്റി സ്റ്റുഡിയോയിൽ കയറി നോക്കുമ്പോഴൊക്കെ ഇപ്പോഴും ആ ഒരു നിലയ്ക്ക് തന്നെ കിടക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബിനല്ല ഗൂഗിൾ ആഡിന്. പക്ഷേ ഇതുവരെയും ഒരു റിപ്ലൈ പോലും വന്നിട്ടില്ല കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ ഒരു സങ്കടം കൊണ്ട് മാത്രമാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ ഈ ഒരു വിഷമം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു 5-10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചിക്കി തോർത്തി ഇച്ചിരിയെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചിക്കി തോർത്തി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടും ഇൻസ്പിറേഷനും കൊണ്ട് മാത്രമാണ് കേട്ടോ ഓരോ ദിവസവും ഞാനിങ്ങനെ ഇപ്പോഴും വീഡിയോ കറക്റ്റായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ നമ്മൾ റാഗിയുടെ ഉപ്പുമാവൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു, തമ്മനേലിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. ഇതിൻ്റെ കൂടെ പഴമോ പഞ്ചസാരയോ ഒന്നും വേണ്ട. പച്ചമുളകിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇതേ റാഗി സേമിയ കൊണ്ട് ഇതിന് മുമ്പ് ഞാനൊരു പായസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.